സകല തിരക്കഥയും പൊളിഞ്ഞു പാളീസാകുമ്പോൾ 2 മാസങ്ങൾക്കിപ്പുറം തലകുനിച്ച് എല്ലാം എന്റെ തെറ്റാണ് എന്ന് സമ്മതിക്കേണ്ടി വരികയാണ് മന്ത്രിക്ക്. അപ്പോഴേക്കും 5 പേർ ജയിലിലുമായി കണ്ണൂരിൽ ഒരു വീടിന് നേരെ ബോംബേർ നടന്നു. അതിനൊന്നും പക്ഷേ തലകുനിച്ച് തെറ്റ് സമ്മതിക്കുന്ന മന്ത്രി വീണ ജോർജിന് ഒരു ഉത്തരവുമില്ല. എന്തിന് ഈ ഒരു റെയിൽവേ നാടകത്തിലൂടെ സ്വന്തം ഭർത്താവിനെയും മക്കളെയും വരെ പേടിപ്പിക്കാൻ ഈ മന്ത്രിക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ വീണ ജോർജിന്റെ ഭർത്താവ് ഇനി വീണയെ മത്സരിപ്പിക്കേണ്ട എന്ന് കട്ടായം പറഞ്ഞതും. കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കണ്ണൂർ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. മാസങ്ങൾക്ക് മുമ്പ് തനിക്കെതിരെ വധശ്രമം വരെ നടന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്ക് ഇപ്പോൾ മന്ത്രിയുടെ മൊഴി തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സ്പീക്കർ ഷംസീറിനാണ് ഇതിൽ ഏറ്റവും അധികം അടി കിട്ടിയിട്ടുള്ളത്. കാരണം ഈ തിരക്കഥയുടെ എല്ലാ ചുക്കാനും പിടിച്ചത് അദ്ദേഹമാണ്. കണ്ണൂരിൽ നടന്നത് വെറും ഉന്തും തള്ളും മാത്രമാണ് എന്ന് മന്ത്രി ഇപ്പോൾ പോലീസിനോടും കോടതിയോടും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരൊറ്റ മൊഴിയിലൂടെ അതുവരെ പോലീസ് കെട്ടിപ്പൊക്കിയ കേസുകളും കുറ്റാരോപണങ്ങളും പാടെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ പേരിൽ 5 ചെറുപ്പക്കാരാണ് ആഴ്ചകളോളം ജയിലിൽ കിടന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ച കഥകൾക്ക് ഒടുവിൽ മന്ത്രി തന്നെ തിരശീല ഇടുമ്പോൾ ആ 5 പേരുടെ ജീവിതത്തിനും അവർ അനുഭവിച്ച മാനസിക വിഷമത്തിനും ആരും മറുപടി പറയുമെന്ന ചോദ്യം പ്രസക്തമാണ്. കണ്ണൂരിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ രീതിയിലുള്ള ഗൂഢാലോചന ആരോപണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മന്ത്രിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന വരെ ഈ വകുപ്പുകളിലെല്ലാം എഴുതി ചേർക്കുക വരെ ചെയ്തിട്ടുണ്ട്. മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും ജീവന് ഭീഷണിയുണ്ട് എന്നും വരുത്തി തീർക്കാൻ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് അന്ന് സൈബർ ഇടങ്ങളിലും മറ്റും നടന്നത്. എന്നാൽ ഇപ്പോൾ കേസ് കോടതിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ മൊഴി മാറ്റേണ്ടി വന്ന വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു ഉന്തും തള്ളും മാത്രമായിരുന്നു എങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് എന്നും എന്തിനാണ് നിരപരാധികളെ ജയിലിൽ അടച്ചത് എന്നും സർക്കാർ വ്യക്തമാക്കേണ്ടി വരികയാണ്. ഈ സംഭവത്തിന് പിന്നാലെ കണ്ണൂരിൽ ഒരു വീടിന് നേരെ ബോംബേർ വരെ ഉണ്ടായ സാഹചര്യവും നാം കണ്ടു. ക്രമസമാധാന നില തകരാറിലാകുന്ന വിധത്തിൽ കാര്യങ്ങളെ എത്തിച്ചിട്ടും ഇപ്പോൾ എല്ലാം ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന നാടകീയ സംഭവവികാസങ്ങളും. സ്വന്തം സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെട്ട് കുടുംബാംഗങ്ങളെ പോലും ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് അന്ന് ഉണ്ടായത് എന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതിന് പകരം സഹതാപം പിടിച്ചുപറ്റാനുള്ള ഇത്തരം നീക്കങ്ങൾ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. വീണ ജോർജിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉയർന്ന എതിർപ്പുകൾ ഇത്തരം അനാവശ്യ വിവാദങ്ങൾ മൂലമാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടിലേക്ക് കുടുംബം നീങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ഭരണകാലയളവിൽ മന്ത്രി ഉണ്ടാക്കി വെച്ച നാണക്കേടുകളുടെ പശ്ചാത്തലത്തിൽ ഒന്നുകൊണ്ട് മാത്രമാണ്. മന്ത്രിയുടെ ഈ പുതിയ മൊഴി പോലീസിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയുമാണ് ചെയ്യുന്നത്. സത്യം മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച മന്ത്രിയും കൂട്ടരും ഇപ്പോൾ ജനമധ്യത്തിൽ നാണം കെട്ടിരിക്കുകയാണ്. പ്രതിഷേധങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം ഇത്തരം കള്ളക്കഥകൾ മെനഞ്ഞ് എതിരാളികളെ തുറങ്കിലടക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഒട്ടും യോജിച്ചതല്ല. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ മറ്റുള്ളവരെ പഴിചാർന്ന ഈ രീതി ഇനി കേരളത്തിൽ ചെലവാകില്ല എന്നുകൂടി ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. എന്തായാലും നാടകം പൊളിഞ്ഞതോടെ മന്ത്രി വീണ ജോർജ് ഇപ്പോൾ തികച്ചും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിച്ചതും പിന്നീട് കോടതിയിൽ പേടിച്ച് മൊഴി മാറ്റിയതും മന്ത്രിയുടെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർത്തിരിക്കുകയുമാണ്. ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. കാരണം നിന്ന നിൽപ്പിൽ മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രി വരെ കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ മുഖ്യൻ. അപ്പൊ ഇനിയും ആരാണ് കുറ്റക്കാർ എന്നാണ് അറിയേണ്ടത്.